ഇസ്ലാമിയുമായും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മതേതര മേഖലകളിൽ സാധാരണ ഉന്നയിക്കപ്പെടാറുള്ള തെരഞ്ഞെടുത്ത ഏതാനും ചോദ്യങ്ങൾക്കാണ് ഇവിടെ മറുപടി നൽകുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയത്തിനെയും ആദർശപരമായ അടിത്തറയായ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിനാണ് എന്നത് കലിമത്ത് തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധവാക്യത്തിന്റെ അവിഭാജ്യമായ അനിവാര്യമായ ഘടകമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥയായി കാണുന്നു. അഥവാ ജീവിതത്തെ മതപരമെന്നോ രാഷ്ട്രീയമെന്നോ സാംസ്കാരികമെന്നോ സാമ്പത്തികമെന്നോ സാമൂഹികമെന്നോ സ്വകാര്യമെന്നോ പൊതുവെന്നോ വേർതിരിക്കാതെ പൊതുവായി കണ്ട് ജീവിതത്തിൻ്റെ ഈ പറഞ്ഞ മേഖലകളിൽ അത്രയും മൗലികമായി മാർഗദർശനം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജമാഅത്ത് ഇസ്ലാമി സിദ്ധാന്തിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൻ നബവിയിലും അന്ന് തൊട്ടിന്ന് വരെ സ്ത്രീകൾ യാതൊരു മുടക്കവും കൂടാതെ പള്ളിയിൽ നമസ്കാരത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. അവിടങ്ങളിലൊന്നും ഈ രൂപത്തിലുള്ള എതിർപ്പുകളോ വിമർശനങ്ങളോ നേരിടേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുകയും വിശദാംശങ്ങൾ അതാത് കാലത്തിലെ ജനങ്ങൾക്ക് കൂടിയാലോചിച്ച് തീരുമാനിക്കാൻ വിട്ടുതരികയും ചെയ്തിരിക്കുന്നു. ഭൗതിക മേഖല എന്ന് പറയുന്ന രംഗത്ത് ഇவ்விധം കൂടിയാലോചിക്കാനുള്ള രംഗം അല്പം വിശാലമാണ് എന്ന് മാത്രമേ ഇതിൽ മനസ്സിലാക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുതയുള്ളൂ. പ്രാസ്ഥാനിക സമ്മേളനം സമാപിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ജനാബ് കെ.എൻ. അബ്ദുള്ള മൗലവി, ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അസിസ്റ്റന്റ് അമീർ മൗലാന ജലാലുദ്ദീൻ അൻസർ ഉമരി, ആമുഖ പ്രഭാഷണം നടത്തിയ ജനാബ് ടി.കെ. അബ്ദുള്ള സാഹിബ്, ചോദ്യോത്തരത്തിൽ സംബന്ധിച്ച ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ഷെയ്ഖ് മുഹമ്മദ് സാഹിബ്, വി.ടി. അബ്ദുള്ള സാഹിബ്, ഇ.സി. ആയിഷ സഹോദരി, ബ്രദർ ഖാലിദ് മൂസ എന്നീ എല്ലാ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അറിയില്ല, നിന്റെ പേരെന്താണ്? 4.5 വയസ്സുള്ള പച്ച പുള്ളിയുള്ള ട്രൗസറും പച്ച ഷർട്ടും അണിഞ്ഞ പെൺകുട്ടിയെ ഉമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. സെക്യൂരിറ്റി ഓഫീസിൽ Allahu Akbar. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم
I extend warm welcome to Dr. Nasir Sani Saab, Member of Parliament Kuwait, on behalf of me and on behalf of Jamaat-e-Islami Kerala Halqa. Dr. Sani is also the chairman of the Human Rights Commission of Kuwait. We are very happy to have such a personality to inaugurate this conference. बहरहाल इसके लिए इंतज़ाम तो दूसरे हो सकते थे, लेकिन अब जब मेरा नाम पेश किया गया है तो मैं अल्लाह ताला से दुआ करता हूँ कि वो इस इजलास को कामयाब करे और आप हजरात से भी अपने हक़ में खैर की दुआ की दरख्वास्त करता हूँ. Leaders of Jama'ah Islamiyah are quite lucky because they have you. They have the people of India supporting them with this great number. I was really amazed. When they invited me to this conference, brother told me there is going to be something like tens of thousands of people. I said, come on. There is no such place to take such crowd. And when we came this morning, he said, do you believe it now? What he did, he has shown me something instead of telling me. I think we need to always remember that we on this place are not alone. We are not alone in Islam. The whole entire world is moving, alhamdulillah, towards Islam. Muslims everywhere are gathering. Alhamdulillah, people are getting to know Islam more. They are getting to practice Islam, not at house, not at street only, but even in politics, in parliaments, in governments, everywhere. You go to Turkey, you go to Europe, you go to America, you find Muslims. So you're not alone. Everybody in this world feel proud of belonging to this religion. And Allah subhanahu wa ta'ala will always compensate Muslims. But we have to be careful. We have to be together. We have to let alone so many differences. We have to let alone so many things. And I think leaders and scholars should play an important role on this. And people will have to hold them accountable. And they have to be responsible for this. And every single person of us will have to work on unity for Muslims. Unity is a rule in Islam. Everyone trying to messing around in unity, he is trying to destroy himself. Islam will not be destroyed. So let's work on unity. Let's think that we are not in favor of any extremism. We're not in favor of different groups here and there. We are for Islam. Very simple, very clear word, very clear principle. I think today we have to get this message across, to protect the human rights all over, to send friendship between Muslims all over the world. And I hope I managed to bring a message to you from your brothers and sisters from Kuwait. And I would like at the end to thank Jama'ah Islamiyah in Kerala for such a very nice conference. And I would like to listen from you now, one word. We have to say it together. Alhamdulillah. 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 ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഇത്രയും മഹത്തായ ഒരു സമ്മേളനം സംഘടിപ്പിക്കുവാൻ തൗഫീഖ് നൽകിയ, ഉദവി നൽകിയ, അനുഗ്രഹമേകിയ അല്ലാഹുവിനെ സ്തുതിക്കുവാൻ എന്നോടൊപ്പം നിങ്ങൾ അൽഹംദുലില്ലാ 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 അല്ലാഹുവിനെ സ്തുതിക്കുക. സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പ്രഖ്യാപിക്കുക. സമുദായം ഒറ്റക്കെട്ടാവേണ്ടതും ഭിന്നിക്കാതിരിക്കേണ്ടതും ഭൗതിക താല്പര്യങ്ങൾ നേടിയെടുക്കാനോ ബാഹ്യ ശത്രുക്കളെ ചെറുക്കാനോ അല്ല, പ്രസ്തുത അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കാനാണ്. ഈ ആശയം പരിഗണിച്ച് നിരീക്ഷിച്ചാൽ ആധുനിക മുസ്ലിം സമൂഹങ്ങളുടെ ഐക്യസങ്കല്പം തകിടം മറിഞ്ഞതായി കാണാം.
അള്ളാഹുവിൻ്റെ ഭാഷ മുറുകെ പിടിക്കുന്നതിനും ദീനിനെ സ്ഥാപിക്കുന്നതിനും നമുക്ക് എത്ര വേണമെങ്കിലും ഭിന്നിക്കാം. പക്ഷേ സമുദായത്തിൻ്റെ ഭൗതിക താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ബാഹ്യശക്തികളെ നേരിടുന്നതിലും നാം ഒറ്റക്കെട്ടാവണം. ഇതാണ് ഇന്നത്തെ നിലപാട്. ഈ നിലപാട് തന്നെയാണ് ഇക്കാലത്ത് ഉയർന്നു വരുന്ന ഐക്യശ്രമങ്ങളൊന്നും പച്ചപിടിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണവും. India is a plural society. As you all know, it's a land, a cradle where so many religions grow, so many languages spoken, so many cultures flourish. It's a multilingual, multi-religious, multicultural, multiracial India. And therefore, here, one language, one culture, one religion, that carries the northward. All of us have to live with peace. And therefore it is, in such a situation also, we must have solidarity to carry on struggle, to live as Muslims in our country peacefully. And that struggle should be peaceful, constitutional struggle. ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഇവിടെ ധാരാളം മതങ്ങളും സമൂഹങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും അധിവസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവിധ ഭാഷ, സമൂഹ, ജന സംസ്കൃതികളുടെ സുഗമമായ നിലനിൽപ്പും മുന്നോട്ട് പോക്കും ഈ രാജ്യത്തുണ്ടാകണമെങ്കിൽ ഫാസിസത്തിൻ്റെ ഭീഷണിയെ സംബന്ധിച്ചുള്ള തുറന്ന ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു ന്യൂനപക്ഷം എങ്ങനെയാണ് ഈ വിധത്തിലുള്ളൊരു ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മുസൽമാന്മാരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമെന്ന് ഞാൻ കരുതുന്നു. അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സന്ദേശം അവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ എല്ലാം നമ്മുടെ ന്യായമായ അവകാശങ്ങൾക്ക് പിന്നിൽ അണിനിരത്തുക എന്നുള്ളതാണ്. മതരംഗത്ത് സംഘടനകളുടെ ശക്തമായ സാന്നിധ്യം വാസ്തവത്തിൽ ഒരു വിധത്തിലുള്ള ഒരു സജീവതയാണ് മതത്തിൽ ഉണ്ടാക്കുന്നത്, സമുദായത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇവിടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് ഏത് സമൂഹത്തിൻ്റെയും അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള വഴി രാഷ്ട്രീയമായി ശക്തിയാർജിക്കുക എന്നുള്ളതാണ്. മഹാനായ മുസ്തഫ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളാണ് അല്ലാഹുവിന്റെ ഹബല്. ഈ ഹബല് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആരാധനാകർമ്മങ്ങളിൽ രണ്ടുണ്ടാവുകയില്ല, വിശ്വാസത്തിൽ രണ്ടുണ്ടാവുകയില്ല. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളെ ലഘൂകരിക്കുന്നതിന് പകരം അഭിപ്രായ വ്യത്യാസത്തിലേക്ക് നാം എത്തിച്ചേരുന്ന ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ നാം തയ്യാറാവണം. തൊലിപ്പുറത്തുകൂടി മരുന്നു പുരട്ടിയത് കൊണ്ട് ഈ സമുദായത്തിന്റെ പ്രശ്നം ഇനിയും പരിഹരിക്കുകയില്ല എന്ന് മനസ്സിലാക്കാൻ കാലം വൈകിപ്പോയിരിക്കുന്ന സുഹൃത്തുക്കളെ, പട്ടാമ്പി നേർച്ചക്ക് 64 ആളുകളെ കൂട്ടി 64 വാർഷികം ആഘോഷിക്കുമ്പോൾ ലഘുവായ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് നാം അതിനെ ലഘൂകരിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഉണ്ടാതിരിക്കണമെന്നാണോ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വടക്കേ ഇന്ത്യയിലേക്ക് മുസ്ലിം ശ്മശാനങ്ങളിൽ കബറുകളിൽ പോയി മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ട മുസ്ലിമീങ്ങൾ പൂവിട്ട് സുജൂദ് ചെയ്യുമ്പോൾ ലഘുവായ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥൈക്യമാണ്, എന്ത് ആദർശമാണ് നാം ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്നത്? പ്രഗത്ഭരായ വാഗ്മികളുടെ ഉത്ബോധനങ്ങൾ നിങ്ങൾ കേട്ടു. ഇനി അവർ ഇതിനനുസരിച്ച് കുറച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരായ ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു സിംപോസിയം നടത്തി ഒരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കണം. അതിന് MES-ൻ്റെ വകയായുള്ള എല്ലാ ആശീർവാദങ്ങളും അവർക്കുണ്ടാകും. മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുന്നത് ഇതര മതസ്ഥരെ നേരിടാനോ നമ്മുടെ ശക്തി പ്രകടിപ്പിക്കാനോ സഹോദര സമുദായങ്ങളിലെ ആശങ്കകൾ ഉയർത്താനോ അല്ല. ഈ ഭൂമുഖത്ത് ദൈവം നിയോഗിച്ചിട്ടുള്ള ഉത്തമ സമുദായമാണ് നമ്മൾ. ദൈവത്തിൻ്റെ സൃഷ്ടികളെ അവർ ഏത് മതസ്ഥരോ ദേശക്കാരോ ഭാഷക്കാരോ ആവട്ടെ ഒരേപോലെ സ്നേഹിക്കാനും അവരോട് നിഷ്കളങ്കമായ സാഹോദര്യം വെച്ച് പുലർത്താനും എല്ലാ തരത്തിലും അവരോട് ഗുണകാംക്ഷയും അടുപ്പവും കാണിക്കാൻ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ സർവ്വലൗകിക സാഹോദര്യത്തിൻ്റെയും നേർക്കുനേരെയുള്ള സ്നേഹപ്രകടനത്തിൻ്റെയും വാക്താക്കളായ മുസ്ലിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ വെറുക്കാൻ കഴിയും? ഐക്യം എന്ന് പറഞ്ഞാൽ ലയനമല്ല. നിങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് ചേർന്ന് ഞങ്ങളുടെ കൂടെ ആയാൽ ഐക്യം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്ന ഒരു രീതിയാണ് എങ്കിൽ ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ ഐക്യം ഉണ്ടാവുകയില്ല. ഐക്യം എന്ന് പറയുന്നത് അത് ചില യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള നീക്കുപോക്കുകളാണ്. അതിനാണ് ഹിക്മത്തും മൗഇദത്തുൽ ഹസന എന്നൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറയുന്നത്. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, സതുപദേശത്തോടുകൂടിയും യുക്തിബോധത്തോടുകൂടിയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞു.
അപ്പോൾ ചില കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകളോ അല്ലെങ്കിൽ യുക്തിബോധമോ ഒക്കെ ഉണ്ടാവണം. മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കുന്ന ഷിർക്ക്, ഈ ഷിർക്കുകളെയൊക്കെ അത് അപ്രധാനമായി കാണുകയോ അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുകയോ ചെയ്തുകൊണ്ടൊക്കെ മൂടിവെക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിപ്രായമില്ല. പക്ഷേ നമ്മൾ വിശാലത കാണിക്കേണ്ടതുണ്ട്. നമ്മൾ ഷിർക്ക് ചെയ്യുന്നവർ എന്നും ഖബർ പൂജ ചെയ്യുന്നവരും എന്നും പറയുന്ന ആളുകളെ പള്ളി ഉദ്ഘാടനത്തിന് വിളിച്ചല്ലോ, ആ വിശാലത തീർച്ചയായും നമുക്ക് എല്ലാ കാലത്തും ആവശ്യമാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മൗലികമായ പ്രമാണങ്ങളെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് സമീപന രീതിയിലുള്ള തീവ്രതയും സമീപന രീതിയിലുള്ള ആത്യന്തികതകളും അവസാനിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹങ്ങൾ ഒന്നിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും യോജിപ്പിന്റെ മേഖലകൾ വളരെ വളരെ വിശാലമാണ്. ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ മാത്രം തന്നെ ഈ സമൂഹത്തിൽ ധാരാളം മേഖലകളുണ്ട്. ഈ മേഖലകളിലൊന്നും മാന്താതെയും ചൊറിയാതെയും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാതെയും ഒരു മാന്യതയോടുകൂടിയും ഒരു സൗഹാർദ്ദത്തോടുകൂടിയും ഒരു സഹിഷ്ണുതയോടുകൂടിയും ഒക്കെ പോകുന്ന ഒരു രീതി വേണം. അതാണ് തീർച്ചയായും ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ ആഹ്വാനം. ശത്രുതയും പകയും വളർത്തുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലികൾ വർജിക്കണമെന്നും വീക്ഷണ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനും സന്നദ്ധമാകണമെന്നും ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളോടും പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സംഘടനകളോടും നേതാക്കളോടും ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. അല്ലാഹുമ്മ അല്ലിഫ് അലൽ ഖൈരി ഖുലൂബന അല്ലാഹുമ്മ അസ്ലിഹ് ദാത ബൈനിന. ഹിറായുടെ മടിത്തട്ടിൽ അവർ മയങ്ങി. ആകാശവും ഭൂമിയും അവർക്കു കാവലിരുന്നു. ആ ദിവ്യ താരാട്ടിൽ 1000 സ്വപ്നങ്ങളുമായി അവരുറങ്ങി. മറ്റൊരു ദർശനത്തിനും മതത്തിനും തത്വസംഹിതക്കും അവകാശപ്പെടാൻ അർഹതയില്ലാത്ത ഒരു ഭാവി ഇസ്ലാമിനുണ്ട് 21-ാം നൂറ്റാണ്ടിൽ. ആ ശോഭന ഭാവിയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി രംഗത്ത് വന്ന് ജീവിതാവൃത്തി നേടാൻ വളരുന്ന തലമുറയെ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലുകുത്തുന്ന മുസ്ലിം തലമുറയെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. രണ്ടാമത് ഒന്നുകൂടി നിങ്ങളെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Islam, an ideology for the 21st century. The dawn of the 21st century is both an exciting and a challenging time. Islam is not only the second largest of the world's religions, it is the second largest religion in Europe and America today. And in the world of Islam, the Indian Muslim community is among the largest and oldest. It offers a rich experience and a heritage for the future. This is a heritage from which not only the current generation of Muslims in India can learn, but also Muslims throughout the world, particularly with regard to what I regard to be one of the major issues of the 21st century, religious pluralism. If we look at the world today, we see throughout the world a global religious resurgence. There is indeed an Islamic awakening, a revival.
throughout the world in Christianity, in Judaism, in Islam, in Hinduism, and in Buddhism. This revival is concerned about issues of identity, community, and values. Its primary challenge is one of religious pluralism. Across the world, Muslims struggle with issues of identity, community, culture, values, political participation, democracy, secularism, materialism, and family values. Islam has a long tradition of respect for human rights. But the notion of human rights, as we know, is rooted in a respect for pluralism. The rights of our community, but also the rights of other communities to exist and to function in society. Indeed, God tells us in the Quran that He could have created us, He could have created one nation, but chose to create many. The Quran tells us and recognizes the Ahl al-Kitab. The Quran tells us that there is no compulsion in religion. Islam therefore provides an ideology, a worldview for the 21st century. ഇസ്ലാം ഉണരുകയാണ്, ക്രിസ്തുമതം ഉണരുകയാണ്, യഹൂദമതം, ഹിന്ദുമതം, ബുദ്ധമതം, എല്ലാ മതങ്ങളും ഉണർന്നു വരികയാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതകീയമായ, മതപരമായ നാനാത്വം ഉയർത്തുന്ന വെല്ലുവിളികളാണ്. ആഗോളതലത്തിൽ വിശാലമായി പരന്നു കിടക്കുന്ന ഇസ്ലാമിക സമൂഹം ഈ പുതിയ ഉണർച്ചയെ എങ്ങനെ നേരിടും? Islam promises a society which not only ensures equality of mankind but also ensures equal dignity for all people irrespective of their religious faith or ethnic origins. And Islam is the only religion that cuts at the root of gender disparity that we find in the world today. Islam is the only social order, the only religious order, and only system of values that holds promises for humanity in the next 20th century. All other systems, of course there are no systems now, people revel in dismantling all systems of life, but all alternative panacea that being offered to are based only a wishful appraisal of the impact of technological and development society on the building the new 21st century. ഇസ്ലാമിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിലുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ അടുത്ത നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെതാണ്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രയോഗവൽക്കരണത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. كذلك تحدي الغزو الفكري كما لا يخفى على الجميع هذا الغزو الفكري الذي غزانا في أهم مناطقنا وهي منطقة الفكر، وكذلك تحدي التقليد الغربي من الناحية الاجتماعية، وتحدي التبعية القانونية في القوانين الثوردة التي حلت محل الشريعة وأصبحت المحرمات مباحات وبعض المباحات محرمات، وتحدي في الناحية التعليمية حيث يوجه التعليم للتركيز على المفاهيم الغربية والمفاهيم التي تتعارض في كثيرها مع الشريعة الإسلامية، وكذلك التحدي حتى من الناحية النفسية من يأس قاتل وخمول مميت وجبن فاضح وذلة حقيرة وغير ذلك من الأمور النفسية التي عمت في مجتمعاتنا الإسلامية. إذن أيها الإخوة الكرام، فالتحديات الخارجية كثيرة والوقت لا يسعفنا بالدخول في تفاصيلها. മറ്റൊന്ന് ചിന്താപരമായിട്ടുള്ള സമരമാണ്. അതേ നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആശയാദർശങ്ങൾ നമ്മുടെ മനസ്സുകളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നേരെയുള്ള മറ്റൊരു വെല്ലുവിളിയാണ്. സാംസ്കാരിക രംഗത്തുള്ള പാശ്ചാത്യർ അനുകരിക്കുന്ന ഭ്രമം, അതും നമ്മുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക നിയമവ്യവസ്ഥ പ്രയോഗത്തിൽ വരുത്തുന്നതിന് പകരം ഇസ്ലാമിക വിരുദ്ധമായ നിയമവ്യവസ്ഥകൾ
നിലനിർത്തുന്ന മുസ്ലിം നാടുകളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥ മറ്റൊരു വെല്ലുവിളിയാണ്. Most respected Chairperson Dr. Fazlur Rahman Faridi Sahab, the other dignitaries on the stage, my dear brothers and my most precious Sahodari Mari, Assalamu alaikum. Coming nearer home, we find that the apparent glamour of the feminist movement all over has held us in awe. And despite having our own roots, Indian women belonging to various communities have just taken over the task of easy emulation rather than being critical about the impact that this blind imitation may have upon our society. Hence, disparities have widened, where on the one hand, we value our tradition of bashfulness for women. On the other, we try to copy the West in matters of dresses and other ways of revealing the female body. And then we shed crocodile tears when the modesty of our women is waylaid. It is really a pathetic sight today in most of the workplaces in our country to see the attitude in which women are treated by their male counterparts, and incidents of teasing, rape, other forms of female exploitation in offices and factories are countless, so much so that women who hold higher bureaucratic positions even are not spared the trauma of humiliation. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ സ്ത്രീകൾ ഫെമിനിസത്തെ വിമർശന ബുദ്ധിയോടെ കാണുന്നതിന് പകരം അതിൻ്റെ ആകർഷണ വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ പൈതൃകങ്ങളെ ആദരിക്കുകയും മറുഭാഗത്ത് പാശ്ചാത്യരെ അനുകരിച്ച് ശരീരം തുറന്നിടുന്ന വേഷങ്ങളും മറ്റും സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് സ്ത്രീയുടെ പാതിവൃത്യം പതിയിരുന്ന് ആക്രമിക്കപ്പെടുമ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്നു. ഓഫീസുകളിലും ഫാക്ടറികളിലും മോശമായ പെരുമാറ്റങ്ങൾ ഉയർന്ന പദവികളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും സഹിക്കേണ്ടി വരുന്നു. എനിക്ക് വിശക്കുന്നു എന്നത് ശാരീരികമാണ്, നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് ബുദ്ധിപരമാണ്. നിങ്ങളുടെ വിശപ്പ് എൻ്റെ വിശപ്പായി മാറുക എന്നത് ആത്മീയമാണ്. എനിക്ക് വേദന അനുഭവിക്കുക എന്നത് ശാരീരികമാണ്. അയൽക്കാരന് വേദന അനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് ബുദ്ധിപരമാണ്. അയൽക്കാരൻ്റെ വേദന എൻ്റെ വേദനയായി, എൻ്റെ ആത്മവേദനയായി, എൻ്റെ നൊമ്പരമായി മാറുന്നത് ആത്മീയതയാണ്. ഈ ആത്മീയതയെ ഭൗതിക ദർശനങ്ങൾക്ക് കാണാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ കാത്തിരിക്കുന്ന ആധുനിക ലോകത്ത് ഇസ്ലാമിന് 2 നിയോഗമാണ് നിർവഹിക്കാറുള്ളത്. കിഴക്കും പടിഞ്ഞാറുമുള്ള അതിന്റെ നിയോഗങ്ങൾ ഒന്നല്ല. അതിന്റെ പടിഞ്ഞാറുള്ള നിയോഗം ഭൗതിക മതമുക്തമായ ആധുനിക ഭൗതിക നാഗരികതയിൽ ആത്മീയതയുടെ സന്നിവേശിപ്പിക്കലാണ്. നിസ്സഹായരായ ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിലെ മർദ്ദിതരായ അവശരായ അശരണരായ ജനകോടികളുടെ വിമോചനമാണ് കിഴക്ക് ഇസ്ലാമിന് നിർവഹിക്കാറുള്ളത്. ആ വിമോചനം ആത്മീയതയ്ക്ക് അന്യമായ വിമോചനമല്ല. ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ച വിമോചനത്തിന്റെ ഒരു സവിശേഷമായ സരണിയാണ് ആധുനിക ലോകത്തിനു മുമ്പിൽ ഇസ്ലാമിന് സമർപ്പിക്കാറുള്ളത്. മുതലാളിത്ത അധിനിവേശത്തെയും അതിൻ്റെ ഉപോൽപ്പന്നമായ മൂല്യച്യുതിയെയും ചെറുത്തു തോൽപ്പിക്കുവാൻ പിന്നോക്ക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ആവശ്യമാണെന്നും നവ കൊളോണിയലിസത്തിന്റെ മുഖ്യ ഇരകളായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും ഈ കൂട്ടായ്മയുടെ ചാലകശക്തികളാകണമെന്നും ഇടത് സോഷ്യലിസ്റ്റ് സമൂഹം ഈ ചെറുത്തുനിൽപ്പ് ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നും ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. ولكن كذبوا فأخذناهم بما كانوا يكسبون أفأمن أهل القرى أن يأتيهم. ജനലക്ഷങ്ങളെ സാക്ഷ്യമാക്കി കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതരെയും വാഗ്മികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അത്യുഷ്ണത്തിൻ്റെ അന്തരീക്ഷത്തിൽ
ഒരു ചർച്ച ആരംഭിക്കുകയാണ്. ഈ ജനസമുദ്രത്തെ കാണുമ്പോൾ ഈ രാജ്യത്തിൽ വർഗീയത തലപൊക്കുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട് ഭാരതം, വിശിഷ്യ കേരളം, എല്ലാ സംസ്കാരങ്ങളും, എല്ലാ മതങ്ങൾക്കും, എല്ലാ വിശ്വാസങ്ങൾക്കും രഞ്ജിപ്പോടുകൂടി പ്രശോഭിക്കുവാൻ സാധിക്കുന്നതായ പ്രദേശമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ധന്യമായ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരേ കുടുംബമായി ജീവിക്കും, വിശ്വാസങ്ങൾ പലതുമാണെങ്കിലും. ആ ഐക്യത്തെ തകർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതായ വല്ല വിഡ്ഢികളുമുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടിയാണ് ഈ യോഗം. ഞാൻ രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്നില്ല, പക്ഷെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദു മതത്തിലായാലും തിരക്കേടില്ല, ഹൈന്ദവത്തിലായാലും തിരക്കേടില്ല, ഇസ്ലാമിലായാലും തിരക്കേടില്ല, ക്രിസ്ത്യാനികളുടെ മതത്തിലായാലും തിരക്കേടില്ല. നമുക്ക് അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, മനുഷ്യൻ അംഗീകരിക്കേണ്ടതായ നന്മകൾ ഒന്ന് തന്നെയാണ്. ആദർശ ദാർഢ്യത്തോടു കൂടി നമ്മളെല്ലാവരും കൂടി മുന്നോട്ട് പോകാം. നമ്മൾ കീഴടങ്ങുകയില്ല, നമ്മൾ വിജയിക്കും. ഭാരതീയ സംസ്കാരം, ഇസ്ലാമിക സംസ്കാരം, ഹൈന്ദവ സംസ്കാരം, ക്രൈസ്തവ സംസ്കാരം ഇതെല്ലാം തന്നെ സമ്മേളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര നടത്തും. അതാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ തീർത്ഥാടനം. പണം ശേഖരിക്കുവാൻ, ദാരിദ്ര്യം അകറ്റുവാൻ, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ മികച്ചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അനുവദനീയമാണ് എന്നത് ഇന്ത്യയിൽ ഏത് സാംസ്കാരിക നായകന്മാരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് വേദങ്ങളാണ്, ഏത് മതഗ്രന്ഥങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ അന്ധരായ, വികലാംഗരായ, ബധിരരായ ആളുകളെ സഹായിക്കുവാൻ വേണ്ടിയാണ് അമിതാഭ് ബച്ചൻ സ്ത്രീകളുടെ നഗ്നതയൊരിഞ്ഞത് എന്ന് ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് അതിന് അനുമതി നേടിയെടുത്തത് നാം കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ അന്ധന്റെ മനസ്സിൽ ഉള്ള ആ സൗന്ദര്യത്തിന്റെ, ബധിരന്റെ ചെകിട്ടിലുള്ള ആ മധുരോദാരമായ സംഗീതത്തിന്റെ സൗന്ദര്യമൊന്നും തന്നെ അമിതാഭ് ബച്ചന്റെ മനസ്സിലില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അതേപോലുള്ള കലാകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും കലാപകാരികളുടെയും മനസ്സിലുള്ളത് വളരെ മലീവസമായ, വിഷലിപ്തമായ അധാർമികത മാത്രമാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സൗഭ്രാത്രം ഇവയാണ് ഭരണഘടന ലക്ഷ്യമാക്കിയത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കണ്ണോടിച്ചാൽ ഇതിൻ്റെയും അർത്ഥശൂന്യത നമുക്ക് ബോധ്യപ്പെടും. എവിടെയാണ് നമുക്ക് തെറ്റിയത്? ഭരണഘടനയിൽ തെറ്റിയിട്ടില്ലെന്ന് തീർച്ച. ഭരണഘടന കുറ്റമറ്റതാക്കിയ ഡോക്ടർ അംബേദ്കർ തന്നെ സംഭവിക്കാൻ പോകുന്ന തെറ്റിനെക്കുറിച്ച് ദീർഘദർശനം ചെയ്തിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു ഭരണഘടന എത്ര നന്നായാലും അത് നടപ്പാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർ മോശമായാൽ അത് ചീത്തയായിത്തീരുമെന്ന് എനിക്കുറപ്പുണ്ട്. അതുപോലെ തന്നെ ഭരണഘടന മോശമായാലും നടത്തിപ്പുകാർ നന്നായാൽ അത് നല്ലതായി തീരാനും ഇടയുണ്ട്. ഭരണഘടന വഴി രാജ്യത്തിന് കിട്ടുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ അവയവങ്ങൾ മാത്രമാണ്. ഈ അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ജനങ്ങളെയും അവരുടെ രാഷ്ട്രീയ പാർട്ടികളെയും ആശ്രയിച്ചാണിരിക്കുന്നത്. ആർക്കറിയാം ഇന്ത്യൻ ജനതയും അവരുടെ സംഘടനകളും എങ്ങനെ പെരുമാറുമെന്ന്? വിശുദ്ധ ഖുർആനിൽ ഒരു പ്രസ്താവമുണ്ട്. ഏറ്റവും മഹത്തായ മൂശയിലാണ് മനുഷ്യനെ വാർത്തിരിക്കുന്നത് എന്നാണത്. ഏത് മൂശയിലാണ് ഈ മനുഷ്യരെ വാർത്തത്? മഹത്തായത് പോകട്ടെ, ഏത് ചെകുത്താന്റെ മൂശയിലാണ് ഇവരെ വാർത്തത്? 10,000 പട്ടുപുടവയുണ്ടായിട്ടും നഗ്നത മറയ്ക്കാനാവാത്ത ഒരു തരുണി കുരശി നടിച്ച് ഏറ്റവും മഹത്തായ മൂശയിൽ വാർത്തതാണോ ഇത്? 10,000 ടൺ യൂറിയ വളമിട്ടിട്ടും നന്മയുടെ ഒരു നാമ്പ് പൊടിക്കാത്ത ഒരു റാവു ഏറ്റവും മഹത്തായ മൂശയിൽ വാർത്തതാണോ ഇത്? 40 എന്ന കണക്കിലും 400 എന്ന കണക്കില്ലായ്മയിലും പറയുന്ന ആളുകളെ കൊന്നിട്ട് ഭാരതത്തിന്റെ ജനപ്രതിനിധി സഭയിൽ അംഗമായ ഫുലാൻ ദേവി
ഏറ്റവും മഹത്തായ മൂശയിൽ വാർത്ത ഒരിനം. നമുക്ക് പറ്റിയ അപകടം. ചെകുത്താന്റെ മൂശയിൽ വാർത്ത കുറെ പേർ എങ്ങനെയോ ഈ മഹാഭാരത ഭൂമിയുടെ ഭരണനിർവഹണ സാരഥ്യത്തിൽ രാഖി രാമാനം നാം ആരും അറിയാതെ കയറിപ്പറ്റി എന്നുള്ളതാണ്. ഇറക്കുക അവരെ. ഒരു ട്രാഫിക് പോലീസുകാരൻ കൊല്ലപ്പെടാൻ ഇടയായ സംഭവത്തെ തുടർന്ന് അന്ന് രാത്രിയിലും പിറ്റേന്നും കോയമ്പത്തൂരിൽ നടന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി പോലീസ് കമ്മീഷണറുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുൻകൈയിൽ തെരഞ്ഞുപിടിച്ചുള്ള കൂട്ടക്കൊലയായിരുന്നു. തെരഞ്ഞുപിടിച്ചുള്ള കടകളും സ്ഥാപനങ്ങളും കത്തിക്കുന്ന രീതിയിലുള്ള അതിനീചമായ വൃത്തിയായിരുന്നു. ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ തന്നെ അഴിഞ്ഞാട്ടം നടത്തി, ഒരു വിഭാഗത്തിനെതിരായ അഴിഞ്ഞാട്ടം നടത്തിയിട്ട് നടപടിയില്ലാതിരിക്കുകയും വളരെ നാമമാത്രമായ ചില കാട്ടിക്കൂട്ടലുകൾ മാത്രം നടത്തുകയും ചെയ്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും തീവ്രവാദികൾ അതിനെതിരായി പ്രതികരിക്കുക സ്വാഭാവികമാണ്. അത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് തടയണമെങ്കിൽ എന്തു ചെയ്യണം എന്നതാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ടത്. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഏകദേശം പകുതി നീക്കി വച്ചിരിക്കുന്നത് ഈ നാം വാങ്ങിയ കടത്തിൻ്റെ പലിശ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ വികസനത്തിന് പണം എവിടെ? വികസനത്തിനുള്ള പണമെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ ഇടക്കാല ബജറ്റിൽ. ഞാൻ യശ്വന്ത് കുറ്റം പറയുകയില്ല, അദ്ദേഹത്തിന് കിട്ടിയ സമ്പദ്ഘടന ഇതാണ്. പക്ഷെ അദ്ദേഹം ഒന്ന് പറയുന്നുണ്ട്, ഈ ലിബറലൈസേഷൻ ശക്തമായി കൊണ്ടുപോകും, പക്ഷെ അതിന് ഞങ്ങളൊരു സ്വദേശി ട്രസ്റ്റ് കൊടുക്കും. സ്വദേശി ട്രസ്റ്റ് എന്താണ് ഈ സ്വദേശി ട്രസ്റ്റ്? ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കനും തിന്നും, പെപ്സി കോളയും കുടിക്കും, മാക്ഡൊണാൾഡ്സ് ഫുഡും കഴിക്കും, പക്ഷെ അതോടൊപ്പം അല്പം സാമ്പാർ കൂടി കഴിക്കും. സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് സുകുമാർ അഴീക്കോടിൻ്റെ ഭാഷയിൽ ഇന്ത്യക്കൊരു ആകാശമുണ്ടായിരുന്നു. പക്ഷേ ആകാശത്തിൽ ഉയർന്നു പറക്കാൻ അന്ന് നമുക്ക് ചിറകുകൾ ഉണ്ടായിരുന്നില്ല. ആ ചിറകുകൾ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമ്പാദന പ്രവർത്തകർ ചെയ്തത്. ഇന്ന് നമുക്ക് ആകാശവും നഷ്ടപ്പെട്ടിരിക്കുന്നു, ചിറകുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത നൂറ്റാണ്ടിൽ ഇന്ത്യ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായി, ഒരു രാഷ്ട്രമായി നിലനിൽക്കുമോ എന്ന ചോദ്യം അതിപ്രസക്തമായി ഏറ്റവും ഭീകരമായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 50 വർഷക്കാലവും ഈ രാജ്യം ഭരിച്ചിരുന്ന മതേതരമെന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾ അവയുടെ ദൗത്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ശ്മശാനത്തിൽ നിന്നാണ് ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ഉയർന്നു വന്നിരിക്കുന്നത്. മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രായോജിതത്തിൽ ഭൂരിപക്ഷ വർഗീയതയോടെ രാജിയാവുകയും അതിലുപരി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ മൂല്യങ്ങളെ കളഞ്ഞു കുളിക്കുകയും ചെയ്ത ഒരു പറ്റം കക്ഷികളാണ് നമുക്കിന്ന് മതേതരം എന്ന മേൽവിലാസത്തിൽ ലഭിക്കുന്നത്. മുന്നോട്ട് നീങ്ങാൻ മൂല്യങ്ങൾ കൂടിയേ തീരൂ. ശരീരത്തിന് രക്തമെന്ന പോലെ വ്യക്തിക്കും കുടുംബത്തിനും ഭരണകൂടത്തിനും മൂല്യങ്ങൾ വേണം. ഇല്ലെങ്കിൽ ജീവിതം ശാപവും ശിക്ഷയുമാകും. അതിനു മുമ്പ് വിവേകമുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തെ സമഗ്രമായി പുനഃസംവിധാനിക്കുന്ന ഒരു മഹത്തായ മൂല്യവിപ്ലവത്തിന് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. മുംബൈയിൽ നിന്നും വന്നിട്ടുള്ള PH ബഷീർ ചീനിക്കര തൂൺ നമ്പർ P33 എത്തിച്ചേരുക. സജന MA ചേന്നമംഗലൂർ. നമസ്കാരത്തിന് ശേഷം സ്റ്റേജിന്റെ പിന്നിലുള്ള സെക്യൂരിറ്റി ഓഫീസിനടുത്തെത്താൻ ഭർത്താവ് ആവശ്യപ്പെടുന്നു. എറണാകുളം ജില്ല വൈപ്പിൻ തെക്കിൻമാർപ്പണേരി. وهل ما في الصدور إن ربهم بهم يومئذ لخبير. الله أكبر. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. ഈ സമാപന സമ്മേളനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമുണ്ട്. കേരളത്തിലെ മറ്റാർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു മഹാഭാഗ്യം. അത് മഹാനായ മുഹമ്മദ് കുത്തുബിന്റെ സാന്നിധ്യമാണ്. मैं अल्लाह ताला का शुक्र अदा करता हूँ कि जिस इज्तिमा का आगाज कल मोहतरम अमीर जमात इस्लामी हिंद के इफ्तिताही कलमात से हुआ था,
केरला हलके का ये इज्तिमा अपने तमाम मरहलों में कामयाबियों के साथ अब इख्तितामी मरहले में दाखिल हो रहा है और इस पूरे इज्तिमा के दौरान अल्लाह ताला की ताईद व नुसरत हमें हासिल रही है। हमें खुशी है कि इस इज्तिमा में जमात इस्लामी हिंद हल्क़े केरला की दावत पर इससे सूबे और सूबे से बाहर के तमाम अफराद हजारों लाखों की तादाद में यहाँ आए और उन्होंने हमारी दावत को, हमारे पैगाम को, हमारी बातों को सुनने और समझने की कोशिश की। तवक्को है कि ये इज्तिमा इंशाअल्लाह हिंदुस्तान की इस सरजमीन पर और खुसूसन हल्क़े केरला में तहरीक इस्लामी हिंद के लिए एक अहम संग मील साबित होगा। ولو لم أر بعيني ما كنت أصدق لو وصف لي هذا الحفل، لو قيل لي إن 200,000 من البشر أو أكثر قد اجتمعوا تحت راية لا إله إلا الله ليشهدوا مؤتمرا لهم في أي مكان في الأرض، ما كنت لأصدق حتى رأيته بالفعل. ما كنت أصدق أنه في الوقت الذي يحارب فيه الإسلام حربا عالمية شاملة لا مثيل لها في التاريخ يجتمع هذا العدد الضخم ليشهد مؤتمرا إسلاميا. فأحمد الله حمدا كثيرا أن قدر لي أن أرى بنفسي وأن أشهد هذا المشهد العظيم. ثم أحمده مرة ثانية أن قسما كبيرا من هذا العدد هو من النساء المسلمات. وما كنت لأصدق لو حكي لي أن هذا العدد من النساء المسلمات يجتمع في أي مكان في الأرض ليحضر مؤتمرا إسلاميا، لأن المرأة المسلمة بالذات قد نفرت من دينها، وسعى أعداؤنا الخبثاء أن ينفروها من هذا الدين وأن يقولوا لها إن الإسلام يظلمها ويمنع عنها حقوقها، وإن من حقها أن تلبس ما تشاء وتتبرج كما تشاء وتتصرف كما تشاء في نفسها، ولكن الإسلام يمنعها. وقد كان هذا جهدا خبيثا، لأنهم كانوا يريدون عن هذا الطريق أن يقوضوا المجتمع الإسلامي. فحين ينفرون الفتاة المسلمة من دينها وهي فتاة، فحين تصبح زوجة وحين تصبح أما لا تلقن أبنائها حب الإسلام، فيقطعون الخيط من أوله ويفسدون المجتمع. യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് ഈ മഹാജനക്കൂട്ടത്തെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ സമ്മേളിച്ചു എന്ന് ആരെങ്കിലും എനിക്ക് റിപ്പോർട്ട് നൽകിയാൽ ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ ജനബാഹുല്യത്തിൽ വിശ്വസിക്കുകയാണ്. ഇസ്ലാം അതിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്രയധികം ജനങ്ങൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു എന്നത് സന്തോഷകരമാണ്. The world is all set for a new historical turn. The turn of peace, the turn of justice, the turn of prosperity and salvation, the turn of Islam. But to realize this turn, what we need
is a collective, well-planned and concerted struggle, a harmonious fusion of vision and tireless striving, commitment and sacrifice. The century ahead is bringing so many challenges to all of us. The globalized market is going to bring a tough competition. You see, this not only limited to the fields of economy and commerce, but affecting ideological and cultural fields as well. നമ്മൾ ഈ സമ്മേളനം എടരിക്കോട്ടിൻ്റെ അടുത്ത് ഒരു വയലിൽ ഇതുപോലെയുള്ളൊരു വയലിൽ ചേരാനാണ് നാം ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കാനും സഹായിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സമ്മേളനമെങ്ങാനും അവിടെയാണ് ചേർന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നമ്മൾ വളരെ വിഷമിക്കുമായിരുന്നു. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമികമായ ഈ ത്യാഗ പരിശ്രമങ്ങളിൽ ബറക്കത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ഫീ ജുഹൂദിനാ വതഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. हिंदू मुस्लिम फ्रेंड्स, हमें अब एक अहम एपॉक मेकिंग या हिस्ट्री मेकिंग चैप्टर का आगाज इस देश में करना है और केरला की ये कॉन्फ्रेंस एक लैंडमार्क है, एक संग मील है, न सिर्फ केरला के लिए बल्कि शुमारी हिंदुस्तान के मुसलमानों के लिए, हिंदुओं के लिए भी. हमें चाहिए पहला काम मिलकर जुड़कर खुदा की तौहीद पर एक प्लेटफॉर्म बनाए. मेरे बात, आपकी बात, जैद की बात, बकर की बात पे कोई नहीं आएगा. खुदा की बात पे सब जमा हो सकते हैं. ഈ മഹാസംഗമം അതിൻ്റെ ഐതിഹാസികമായ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്നോട് പറയേണ്ടതുണ്ട്, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു സങ്കല്പമല്ല, ഇത് ഈ ഹിറയുടെ മണ്ണിൽ സംഭവിച്ച മനോഹരമായ പവിത്രമായ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. സമൂഹത്തിൻ്റെ അർദ്ധാംശമായ സ്ത്രീ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഒരു പരിഷ്കരണവും സാധ്യമല്ല. മുസ്ലിങ്ങളും അല്ലാത്തവരുമായ കേരളത്തിലെ സ്ത്രീജനങ്ങളിൽ ഈ പ്രസ്ഥാനം വേണ്ടത്ര സ്വാധീനം നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് തിങ്ങി നിറഞ്ഞ ഈ ഹിറ നഗർ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. വിദ്യാസമ്പന്നരും കർമ്മോത്സുകരും സർവോപരി ത്യാഗസന്നദ്ധരുമായ ഈ സദസ്സ് കാണുമ്പോൾ ശോഭനമായ ഭാവിയുടെ പൊൻകിരണമല്ലേ എന്ന് തോന്നിപ്പോകുന്നു. നാം പണിതുയർത്തിയ പന്തലിൻ്റെ അതിർവരമ്പുകൾ അതിലംഘിച്ചുകൊണ്ട് ജനങ്ങളാകമാനം തന്നെ ഈ ഹിറാ നഗരിൽ സംഗമിച്ചപ്പോൾ ജമായത്തിൻ്റെ നേതൃത്വം യഥാർത്ഥത്തിൽ അമ്പരക്കുകയായിരുന്നു. ഈ അമ്പരപ്പ് കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ആദ്യമായി എനിക്ക് ജമായത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ അമീറിനോട് ഒരു ആവശ്യമാണ്, ഒരു ചെറിയ അഭ്യർത്ഥനയാണ് ഉന്നയിക്കാനുള്ളത്. ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിചേർന്നിരിക്കുന്ന വളരെ ന്യൂനപക്ഷം വരുന്ന പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായി കൊണ്ട് കുറേ ആളുകൾ ഈ ഹിറാ നഗരിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഈ ഹിറാ നഗരിൽ സമ്മേളിച്ചിരിക്കുന്ന പ്രസ്ഥാന പ്രവർത്തകരെ ഒന്നടങ്കം തന്നെ അണിനിരത്തുന്ന വിധത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സ്ത്രീത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ, സ്ത്രീയുടെ അവകാശങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. പൂർണ്ണമായി ഇസ്ലാമിന്റെ ചിട്ടകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാതാക്കളായിരിക്കെ
എത്രയോ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്, മനസ്സമാധാനമുണ്ട്, മനസ്സുഖമുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരോടും അനുഭാവികളോടും ഞാനുൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യം, ഈ രാജ്യത്തിലെ നല്ലവരായ മനുഷ്യർ നമ്മളിലർപ്പിച്ച പ്രതീക്ഷകൾക്കനുസരിച്ചുയരുവാൻ കരുണാവാരിധിയായ നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ ഇത് അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. കാരണം ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ ഓരോ പ്രവർത്തകന്റെ മനസ്സിലും, അയാളുടെ വികാരത്തിലും, അയാളുടെ മജ്ജയിലും മാംസത്തിലും ഒരു വർഷമായി ഈ സമ്മേളനം അലിഞ്ഞു ചേർന്ന് കിടക്കുകയായിരുന്നു. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഈ മഹാസംഭവത്തെ കാതോർത്തുകൊണ്ടും ഹൃദയം തുടിച്ചുകൊണ്ടും കാത്തിരിക്കുകയായിരുന്നു പ്രവർത്തകർ. ആ പ്രവർത്തകർക്ക് സമ്മേളനമെന്ന ഒരു വർഷത്തെ കൂട്ടാളിയോട് വിട പറയാൻ പ്രയാസമുണ്ടാകും എന്നെനിക്കറിയാം. പക്ഷേ വിട പറയുന്നത് സമ്മേളന പ്രവർത്തനങ്ങളോട് മാത്രമാണ്. ഇസ്ലാമിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തോട് വിട പറയുന്നില്ല എന്നുള്ള ഓർമ്മയാണ് സന്തോഷദായകമായിട്ടുള്ളത്. ഓരോ പ്രദേശത്തും നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ വരിച്ച ത്യാഗത്തെക്കുറിച്ചും ചെലവാക്കിയ കാശിനെക്കുറിച്ചും ഉറക്കൊഴിച്ചതിനെ സംബന്ധിച്ചും അധ്വാനിച്ചതിനെ സംബന്ധിച്ചും ഒക്കെ പറയുകയാണെങ്കിൽ അതേതാനും കുറേ മാസങ്ങളായിട്ട് വളരെ സജീവമായിട്ട് തന്നെ നടക്കുകയാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ആരും ചെയ്തതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. എല്ലാവരും ഇത് ഫീസബീലാണ്. ഇതിന് കാലിന് മുള്ളു കുത്തിയാൽ, വീർപ്പ് പൊട്ടിയാൽ, രക്തമൊലിച്ചാൽ, ഉറക്കൊഴിച്ചാൽ, ക്ലേശിച്ചാൽ, 2 ചവിട്ടിട്ട് നടന്നാൽ, ഒന്ന് ഓടേണ്ടി വന്നാൽ, ഒരു ആ പൈസ ചെലവഴിച്ചാൽ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, ഫീസബീലാണ്. ഇതിന് 10 10-ലധികമോ ഇരട്ടീൻ്റെ ഇരട്ടിയായിട്ട് പ്രതിഫലം അള്ളാഹു തആല നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. പടച്ച തമ്പുരാനെ അവർക്കെല്ലാവർക്കും നീ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. പ്രപഞ്ചനാഥന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള ആത്മീയമായ അനുഭൂതികളുടെ പ്രാർത്ഥനകളുടെ ഒരു ലോകത്ത് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞത്, ഈ സൗഹൃദം പങ്കുവെക്കാൻ കഴിഞ്ഞത്, സാഹോദര്യത്തിന്റെ ഊഷ്മളമായ ഈ അന്തരീക്ഷം, ഈ സംസ്കാരം, ഈ ആത്മീയതയുടെ സംസ്കാരം, ഈ സ്നേഹത്തിന്റെ സംസ്കാരം, ഈ ലാളിത്യത്തിന്റെ സംസ്കാരം, ഇത് നിങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ഇന്ന് പ്രതിജ്ഞയെടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രപഞ്ചത്തിന്റെ നാഥന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ഒരു സംഭവത്തിന്റെ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ്. ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് നിശബ്ദമായി പുതിയൊരു വിപ്ലവത്തിന്റെ കാഹളധ്വനിയുമായി ഞാൻ കടന്നു ചെല്ലുമെന്ന് പ്രഖ്യാപിക്കുവാൻ, അതിന് പ്രതിജ്ഞയെടുക്കുവാനുള്ള സന്ദർഭമാണിത് എന്ന് വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും അതിന് സന്നദ്ധമാകണമെന്ന ഒരൊറ്റ അപേക്ഷ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ളത്. വിനയാന്വിതമായ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ആവർത്തിക്കുക മാത്രം ചെയ്താൽ മതി. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. വരികയായി ഒരുമയോടെ സംഘശക്തി ഞങ്ങൾ ഇന്ന് വരികയായി, യുഗയുഗാന്തരങ്ങളായി ജനപദങ്ങൾ പോറ്റിയ കനവു പൂത്തുലഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് വരികയായി. ഉണരുക ഉണരുക പുതു
പുതുയുഗത്തിൻ പ്രഭയിൽ മുങ്ങി പൂർവചക്രവാളമേ. അതിരഴാത്ത ശാസ്ത്രനേട്ടമായിക പ്രഭാവവും ചൂടി വന്നണഞ്ഞിടുന്ന പുതുശതാബ്ദ മൗലിയിൽ. അതിരഴാത്ത ശാസ്ത്രനേട്ടമായിക പ്രഭാവവും ചൂടി വന്നണഞ്ഞിടുന്ന പുതുശതാബ്ദ മൗലിയിൽ ധീരരായി ദീനിസ്ലാം ജയപതാക നാട്ടുവാൻ ഒരുമയാർന്ന സംഘശക്തി ഞങ്ങളിന്ന് വരികയായി. ഉണരുക ഉണരുക പുതുയുഗത്തിൻ പ്രഭയിൽ മുങ്ങി പൂർവചക്രവാളമേ.